ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിവിധ സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 2024 എന്ന ഈ വർഷത്തിലെ അവസാനത്തെ മികച്ച ഹൈപ്പ് നേടിയെടുത്ത സിനിമയാണല്ലോ മാർക്കോ എന്ന സിനിമ. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ നാളെ ഡിസംബർ 20 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വൻ വയലൻസ് നിറഞ്ഞ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണ്. നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ഇന്ന് സിനിമയിലെ പ്രൊമോ വീഡിയോ ഗാനം പുറത്തു വന്നിരിക്കുകയാണ്. ഫാമിലി എന്ന ടൈറ്റിലിൽ പുറത്തു വന്നിരിക്കുന്ന ഗാനം ഇതിനോടൊപ്പം തന്നെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദുബായിൽ ചിത്രീകരിച്ച പ്രൊമോ വീഡിയോ ആണ് ഇതിനോടൊപ്പം തന്നെ വന്നിരിക്കുന്നത്. മോളിവുഡിൽ നിന്നുള്ള ഈ ആഴ്ചയിലെ ആദ്യത്തെ ക്രിസ്മസ് ചിത്രം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത തിയേറ്ററുകളിലെ ഓട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് ആദ്യ ദിവസത്തെ കളക്ഷൻ എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. അത് പ്രകാരം 41 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം 80 ലക്ഷം, 1 കോടി റേഞ്ചിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ. അങ്ങനെ ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 1 കോടിയിലേറെ കളക്ഷൻ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡീസന്റ് തുടക്കം സിനിമയുടെ അഭിനേതാക്കൾ അഭിപ്രായങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ സിനിമ നേരിടുത്തിരിക്കുകയാണ്. നാളെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ ED ആണ്. സുരാജ് വെഞ്ഞാറമൂട് നായകനായി എത്തുന്ന ലിസ്റ്റിൻ സ്റ്റീഫനും സുരാജ് വെഞ്ഞാറമൂടും നിർമ്മാണ പങ്കാളിയിൽ ഭാഗമായ സിനിമ കൂടിയാണ് ED എക്സ്ട്രാ ഡീസന്റ്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട് കാത്തിരിക്കാം. ഒരു സൈക്കോ കോമഡി എന്റർടൈനർ സിനിമ കൂടിയാണ് ED. സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ചിത്രത്തിൽ വലിയ പ്രതീക്ഷകളുണ്ട് എന്ന് അഭിമുഖങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. നാളെ ഒരു വിദേശ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് മുഫാസ ദി ലയൺ കിങ് എന്ന സിനിമയാണ്. ചിത്രത്തിന്റെയും ആദ്യ പ്രതികരണങ്ങൾ കേട്ട് കാത്തിരിക്കാം. 2023 വയലൻസ് നിറഞ്ഞ മികച്ച തമിഴ് സിനിമകളിൽ ഒന്നുകൂടിയാണല്ലോ വിടുതലൈ പാർട്ട് 1. ഇപ്പോഴത്തെ വെട്രിമാരന്റെ വിടുതലയുടെ രണ്ടാം ഭാഗം വിടുതലൈ പാർട്ട് 2 നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മലയാളത്തിൽ നിന്ന് മഞ്ജു വാര്യർ കൂടി അഭിനയിക്കുന്ന ചിത്രത്തിൽ വിജയ് സേതുപതി, സൂരി തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്നു. മഹാരാജയ്ക്ക് ശേഷം ഈ വർഷം ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വിജയ് സേതുപതി നായകനായി എത്തുന്ന തമിഴ് സിനിമ എന്നൊരു പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. അഭിപ്രായങ്ങൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അവസാനത്തേത് ലാലേട്ടന്റെ ബറോസിനെ കുറിച്ചാണ്. ചിത്രമാണല്ലോ മലയാളത്തിൽ നിന്നും ഈ ക്രിസ്മസ് നാളുകളിൽ ക്രിസ്മസ് ദിനത്തിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ. ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് ഭൂതത്തിന്റെ വേഷത്തിലെത്തുന്ന സിനിമ ഒരു ഫാന്റസി മലയാളം സിനിമയാണ്. കുട്ടികളെ കൂടുതലായിട്ടും കേന്ദ്രീകരിച്ച് പ്രൊമോഷൻസ് നടത്തുന്ന ബറോസ് അടുത്ത ബുധനാഴ്ചയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഡിസംബർ 25 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ടും ഒരുപാട് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിപ്പിലാണ്. അപ്പോൾ സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള അടുത്ത ദിവസങ്ങളിലെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.